നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നോമ്പ് തുറക്കുന്ന സഹജീവികൾക്ക് സ്നേഹവിരുന്നൂട്ടി വീണ്ടും കനിവിൻ്റെ മാതൃക. തുടർച്ചയായ 13ാം വർഷവും ഇഫ്താർ പൊതികളുമായി, സ്നേഹം നിറച്ച ഇഫ്താർ പൊതികളുമായി എത്തിയിരിക്കുകയാണ് സ്വദേശികൾ. ഒമാൻ മബേലയിലെയും പരിസരവാസികളിലെയും സാധാരണക്കാരായ പ്രവാസികളെ തേടിയാണ് ആ മലയാളികൾ എത്തുന്നത്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ലബീഷാണ് ഇത്തരത്തിലൊരു സംരംഭം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു സഹജീവി വർത്തിത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 10ൽ താഴെ കിറ്റുകൾ മാത്രമായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് 500 കിറ്റുകൾ വരെ നൽകുന്ന തരത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ ഇത് 600ആയും മാറും. മരുഭൂമിയിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാരുണ്ട്. അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ് ഇത് നൽകുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യക്കാർക്ക് പുറമെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളും ഇതിൽ ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്. സനായിയിൽ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് ലബീഷ്. ലബീഷ് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്താണ് ഇത്രയും കിറ്റുകൾ കൊടുക്കുന്നത് എന്നതും ശ്രദ്ധേയം. പല സമയങ്ങളും പലരും സംഭാവന നൽകിയെങ്കിലും സ്നേഹത്തോടെ അത് നിരസിക്കുന്ന അല്ലെങ്കിൽ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിതരണം തുടങ്ങിയത് മുതൽ ഇതുവരെയും ഇഫ്താർ കിറ്റൊരുക്കാൻ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും തനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ലബീഷ് പറയുന്നത്. ഓരോ വർഷവും കൂടുതൽ കിറ്റുകൾ വിതരണം ചെയ്യാൻ കഴിയുന്നുണ്ട്, അതിന് ദൈവം സഹായിക്കുന്നുണ്ട് എന്നും ലബീഷ് പറയുമ്പോൾ അത് നമുക്ക് കണ്ണുനീരോടെ അല്ലെങ്കിൽ ഒരു വളരെയധികം വളരെ ആശ്ചര്യത്തോടെ മാത്രമേ കേട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. വിശപ്പിൻ്റെ വിലയറിഞ്ഞതാണ് തന്നെ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിൽ എത്തിച്ചത് എന്നാണ് ലബീഷിൻ്റെ വെളിപ്പെടുത്തൽ. പ്രവാസം തുടങ്ങിയ ആദ്യ വർഷം മുതൽ നോമ്പെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും അത് നടന്നിട്ടില്ല. നോമ്പിന് മാനസിക മുന്നൊരുക്കം ആവശ്യമായ ഒരു കാര്യമാണ്. ആ ഒരുക്കത്തിലേക്ക് എത്താൻ പ്രവാസം തുടങ്ങി 10 വർഷം എടുത്തു. ആദ്യ നോമ്പ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഉച്ചയായപ്പോഴേക്കും കണ്ണിൽ ഇരുട്ട് പരക്കാൻ തുടങ്ങി. വളരെ പ്രയാസപ്പെട്ട് കന്നി നോമ്പ് പൂർത്തിയാക്കി. അപ്പോൾ വിശപ്പിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. ഈ ഒരു നോമ്പിലൂടെ താൻ അറിഞ്ഞ വിശപ്പിൻ്റെ വിളിയാണ് നോമ്പെടുക്കുന്ന സഹജീവികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചത്. അന്ന് തുടങ്ങിയ നോമ്പെടുക്കൽ മുടങ്ങാതെ ഈ വർഷവും തുടരുന്നുണ്ട് എന്നും ലബീഷ് പറയുന്നു. മാത്രമല്ല, ലബീഷിൻ്റെ ഈ പുണ്യപ്രവൃത്തിക്ക് ഒരു പിന്തുണയുമായി കുടുംബവും കൂടെ നിൽക്കുന്നുണ്ട് എന്നതുമാണ് ശ്രദ്ധേയം. തൻ്റെ ഏതൊരു വിജയത്തിന് പിന്നിലും കുടുംബമാണ്. ഈ സംരംഭം ഇത്രയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഭാര്യയുടെയും കുട്ടികളുടെയും പിന്തുണ കൊണ്ടാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ നോമ്പ് അവസാനിക്കുന്നതോടെ അടുത്ത റമദാനിലേക്ക് ഭക്ഷണം നൽകുന്നതിനുള്ള മുന്നൊരുക്കം നടത്തും. ഓരോ മാസവും നിശ്ചിത തുക ഇതിനായി മാറ്റിവെക്കാറുമുണ്ട് എന്നും ലബീഷ് പറയുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ സ്വരൂപിക്കുന്ന കാശ് ഉപയോഗിച്ച് ഭക്ഷണ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഭക്ഷണം വിതരണം ചെയ്തതിന് ശേഷം ഈ തുക എന്തെങ്കിലും മിച്ചം വരുന്നുണ്ടെങ്കിൽ, മിച്ചം പിടിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ലബീഷ് ഉപയോഗിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടാണ്. 4 വ്യത്യസ്ത വിഭവങ്ങൾ ഇടകലർത്തിയാണ് ഒരു മാസത്തിൽ ഭക്ഷണം കൊടുക്കുന്നത്. ഭക്ഷണം തയ്യാറാക്കുന്നതിനായി ചെറിയ ഹോട്ടലുകളെ ഏൽപ്പിക്കാറുണ്ട്. തൻ്റെ ഈ സംരംഭം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തിയിലൂടെ സാധാരണക്കാരായ മറ്റൊരാൾക്ക് കൂടി ഗുണമുണ്ടാകുന്നു എന്ന് ആണ് താൻ കരുതുന്നത് എന്നാണ് ലബീഷിൻ്റെ വെളിപ്പെടുത്തൽ. പക്ഷേ ആഹാരത്തിൻ്റെ ഗുണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ലബീഷ് തയ്യാറല്ല. നല്ല ആഹാരം തന്നെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഇനി താൻ കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പരാതി പറഞ്ഞാൽ ആ ഹോട്ടലുമായുള്ള സഹകരണം അവസാനിപ്പിക്കും. തൻ്റെ ഈ പ്രവൃത്തി കണ്ട് പലരും ഈ ഒരു വിതരണം മറ്റിടങ്ങളിൽ നടത്തുന്നുണ്ട്, അത് തനിക്ക് സന്തോഷം നൽകുന്നുണ്ട് എന്നും ലബീഷ് വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ലബീഷിനെ തേടി ഒരുപാട് പ്രശംസകളൊക്കെ എത്തുന്നുണ്ട്. പല സമയങ്ങളിലായി ഒമാനി പൗരന്മാർ അദ്ദേഹത്തിനെ പ്രശംസിച്ചിരുന്നു. ഇതിനേക്കാൾ ഉപരിയായി സഹജീവികളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണം കിട്ടുമ്പോൾ, അവരെ ഭക്ഷണം കഴിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയാണ് എന്നാണ് ലബീഷിൻ്റെ വെളിപ്പെടുത്തൽ. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2025 മാർച്ച് 30 മുതൽ ഏപ്രിൽ 3 വരെ അവധിയായിരിക്കുമെന്ന് ഖത്തർ സെൻട്രൽ ബാങ്ക് പ്രഖ്യാപിച്ചു. ഞായറാഴ്ചയാണ് ഔദ്യോഗിക അവധി തുടങ്ങുന്നത്. നാളത്തെ പ്രവൃത്തി ദിനം കൂടി കഴിഞ്ഞാൽ വെള്ളി, ശനി, വാരാന്ത്യ അവധിയാണ്. ഫലത്തിൽ ഈ വെള്ളിയാഴ്ച മുതൽ ബാങ്കുകൾ ഏപ്രിൽ 5 വരെ അവധിയിലായിരിക്കും. ഏപ്രിൽ മാസത്തിലെ ആദ്യ വാരാന്ത്യ അവധിയായ വെള്ളി, ശനി കൂടി കഴിഞ്ഞ് ഏപ്രിൽ 6-ന് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കും. ഖത്തർ സെൻട്രൽ ബാങ്ക്, ബാങ്കുകൾ, ഖത്തർ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അതോറിറ്റി നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഈ പ്രഖ്യാപനം ബാധകമാണ്.